Hello, dears. Welcome to a new topic. I Will Fly by Dr.APJ Abdul Kalam. Abul Pakir Jainul Abidin Abdul Kalam was an Indian aerospace scientist and a statesman who served as the 11th President of India from 2002 to 2007. APJ Abdul Kalam was born to a poor Tamil Muslim family. He lived with his family in the temple city of Tamil Nadu, Rameswaram, where his father Jainul Abidin had a boat and was an imam of a local mosque. At the same time, his mother Aishama was a housewife. Kalam had 4 brothers and 1 sister in his family, from which he was the youngest. Let's move to our story, I Will Fly by Dr.APJ Abdul Kalam. I Will Fly by Dr.APJ Abdul Kalam. Dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ യൂത്ത് അല്ലേ, ഒരുപാട് നിരന്തരമായിട്ടുള്ള സംഭാവനകൾ നമ്മുടെ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ യൂത്തിൻ്റെ നിരന്തരമായ സംഭാവനകളാണ് ശരിക്കും ഇന്നത്തെ പല പല മേഖലകളിലുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നത്. ഞാൻ ഇന്നും റിയലൈസ് ചെയ്യുന്നു ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് അല്ലേ, അതായത് നമ്മുടെ യൂത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, ഒരുപാട് സംഭാവനകൾ ഇപ്പോൾ ഇൻ ദ പാസ്റ്റിൽ നിന്നും യൂത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആണ് ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ട് ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ്. അതാണ് ഇന്ന് പല പല മേഖലകളിൽ ഇന്നും ഉള്ളത്. I would like to assert that no youth today needs to fear about the future. അപ്പം ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു യൂത്തിന് പോലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? വൈ? The ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. എന്ന് പറഞ്ഞാൽ യുവത്വത്തിൻ്റെ എരിയുന്ന മനസ്സ്, ഇഗ്നൈറ്റഡ് മൈൻഡാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ശക്തമായ വിഭവം എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് എബോവ് ദ എർത്ത്. ഡിയർ യങ് ഫ്രണ്ട്സ്, I would like to talk to you on the topic I am born with wings. അപ്പം നമ്മുടെ APJ പറയുന്നത് I would like to talk to you on the topic I am born with wings. I am born with wings എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം നമ്മളെടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ലാസ്റ്റ് ഇയർ I went to a village to inaugurate a program called Ryjaaa, which means the propagation of science. ഇപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം ശാസ്ത്രയാൻ അഥവാ ശാസ്ത്രത്തിൻ്റെ പ്രചാരണം എന്നുള്ളൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിൽ വരികയുണ്ടായെന്നാണ്. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. The mission of Shastrayaan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. അപ്പോൾ ഈ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ ഈ മിഷൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാസ് ടു എൻഷ്യൂർ, ഉറപ്പുവരുത്തുമായിരുന്നു. എന്തിൻ്റെ? ദ പ്രിപ്പറേഷൻ ഓഫ് എബൌട്ട് 2,000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്. പല പല സ്കൂൾസിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരെ എലിജിബിളാക്കി മാറ്റുകയാണ്. ഏതിന് എലിജിബിളാക്കി മാറ്റുന്നു? ടു ബി എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. അതായത് ഈ ഓരോ നിലകളിലേക്കും എത്തിച്ചേരാനുള്ള ഒരു ഒരുക്കമായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ എയിം എന്ന് പറയുന്നത്.
ഓക്കെ, വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് ഏകദേശം 2000-ഓളം വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികളെ എൻജിനീയറായിട്ടും ഡോക്ടർ, ശാസ്ത്രജ്ഞന്മാരായിട്ടും മാനേജേഴ്സായിട്ടും പല പല ഉദ്യോഗസ്ഥന്മാരാവും അല്ലേ. അപ്പോൾ ഇവരെല്ലാം പല നിലകളിലേക്ക് ഈ എല്ലാ നിലകളിലേക്കും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ആ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം. This action would in turn empower about 2,000 families of the village. അപ്പോൾ നമ്മളൊരു അർത്ഥത്തിൽ കൊണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലുള്ള മൊത്തം കുടുംബങ്ങളെയും ശാക്തീകരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ചെയ്യുക, ടു ഗിവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്ന് പറയും അല്ലേ. അബൌട്ട് 2,000 families of the village. And my inaugural address to a mixed audience. മൈ ഇനോഗ്രൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇനോഗ്രൽ അഡ്രസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ടു എ മിക്സഡ് ഓഡിയൻസ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് അസംബ്ലി ചെയ്തിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് മിക്സഡ് ഓഡിയൻസ് ആണ്. അതിൽ ഏകദേശം 5,000-ഓളം സ്റ്റുഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സും സ്റ്റുഡൻസും എല്ലാം കൂടിയിട്ട് ഏകദേശം 5,000-ഓളം മെമ്പേഴ്സ് അവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു അന്നത്തെ ഉദ്ഘാടന പ്രസംഗം ഉണ്ടായിരുന്നത്? സയൻസ് എംപവേഴ്സ് ദി നേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു അന്നത്തെ സ്പീച്ച് ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പാരഗ്രാഫ്. Last year, I went to a village to inaugurate a program called Shastrayaan, which means the propagation of science. The vision of Shastrayaan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers, and civil servants. And this action would in turn empower about 2,000 families of the village. My inaugural address to a mixed audience consisting of about 5,000 students and their family members. And my inaugural address was on the topic Science Empowers the Nation. ഇതുവരെ മനസ്സിലായല്ലോ? In the next paragraph. After my address, hundreds of hands were raised for asking questions. അപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം 100 കണക്കിന് കുട്ടികൾ കൈ പൊക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ആസ്കിങ് ഹിം ക്വസ്റ്റ്യൻസ്. ഒരുപാട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി കൈകൾ ഇങ്ങനെ ഉയർത്തുന്നുണ്ടായിരുന്നു. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം. അപ്പം എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനോടും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഏകദേശം ഒരു 12 കുട്ടികളെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം ഫ്രം ദ ലാസ്റ്റ് റൂട്ട് ടു ദ ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. I would like to share with you one question of great concern which was asked by a student. അതിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇദ്ദേഹം വളരെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു കുട്ടി, ഏകദേശം ഒരുപാട് കുട്ടികൾ, hundreds of hands were raised for asking him questions, but he selected only 12 students അല്ലേ. അതിൽ 12 സ്റ്റുഡൻസിനെ മാത്രമേ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ 12 സ്റ്റുഡൻസിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഹി വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് us here അല്ലേ. അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളെടുത്ത ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, the question was from a teenager boy who had come from a far away village. Okay, ഈ ക്വസ്റ്റ്യൻ ആരായിരുന്നു? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് the question was from a teenager who had come from far away village. ദൂരെ ഒരു വില്ലേജിൽ നിന്നും വന്നിട്ടുള്ള ഒരു ബോയ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. He was nervous and a typical representative of the youth of India. ആ ബോയ് വളരെ നെർവസ് ആയിരുന്നു, ഭയങ്കര ഒരു പേടിയുള്ളൊരു കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ആൻഡ് ഹി വാസ് ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. അവൻ ആകെ പരിഭ്രമിച്ചിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഇന്ത്യൻ യുവത്വത്തിൻ്റെ ശരിയായൊരു പ്രതീകമായിരുന്നു ആ ബോയ് എന്ന് പറയുന്നത്. ഹി വാസ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ആൻഡ് ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. ആ ബോയ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി അല്ലേ. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കൂ. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ ആസ്ക്. എന്ത് ചോദിക്കണമെന്ന് ആ ബോയ്ക്ക് അറിയില്ല. ഐ ആം നെർവസ്. അവന് ഭയങ്കര പരിഭ്രമമാണ്. എപ്പോഴും ആ ബോയുടെ പ്രോബ്ലം എന്താണ്? ഹി വാസ് നെർവസ് ആണ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്.
ബോയ് ഇന്നേ വരെ ആരെടുത്തും എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. ദ ബോയ് നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. ആ ബോയ്ക്ക് എന്താണ് ആവശ്യം? കോൺഫിഡൻസ് വേണം. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. പക്ഷേ ഇത്രയെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും ഹി ഹാസ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ഇൻ ഹിസ് ലൈഫ്. തൻ്റെ ലൈഫിൽ ഇന്നേ വരെ ബോയ് എന്ത് അക്വയർ ചെയ്തിട്ടില്ല? കോൺഫിഡൻസ് അക്വയർ ചെയ്തിട്ടില്ല. ഐ എം എഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. ബോയ് പറയുന്നു ഹി വാസ് എഫ്രൈഡ് ടു ആസ്ക് ടു ഹിസ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനോട് പോലും സംസാരിക്കാൻ അവന് പേടിയാണ്. ഐ എം എഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. ടീച്ചേഴ്സിനോട് മാത്രമല്ല, ഹി വാസ് എഫ്രൈഡ് ടു ടോക്ക് ടു ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനോട് ചോദിക്കാനും അവന് പേടിയാണ്. Whenever I talk, I compare myself with other students and their elegant dress. ഇനി എപ്പോഴൊക്കെയാണോ കുട്ടി സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന ഉടനീളം ഹൈ കമ്പയർ, ആ കുട്ടി എന്ത് ചെയ്യുമായിരുന്നു? കമ്പയർ ചെയ്യുമായിരുന്നു അല്ലേ? അതായത് സാദൃശ്യപ്പെടുത്തുമായിരുന്നു. ആരുമായിട്ട്? വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദിയർ എലിഗൻറ്റ് ഡ്രസ്. മറ്റുള്ള കുട്ടികളുമായിട്ട് അവൻ സ്വയം താരതമ്യപ്പെടുത്തുകയും അവരുടെ ഡ്രസ്സുമായിട്ടെല്ലാം അവൻ കമ്പയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നാണ്. കാരണം ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അണിഞ്ഞിട്ടുള്ളത് നല്ല എലിഗൻ്റ് ആയിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കാം. അവനൊരു വില്ലേജ് ബോയ് ആണ്. അവൻ്റെ ഡ്രസ്സ് ചിലപ്പം വളരെ പുവർ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കാം. സോ ഹി കമ്പയർ ഹിംസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് എലിഗൻറ്റ് ഡ്രസ്. ആൻഡ് പ്ലീസ് ടെൽ മീ ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എന്നാൽ ഈ ബോയുടെ ആഗ്രഹം എന്തായിരുന്നു? യെസ്, ദ ബോയ് ഹി വോണ്ടഡ് ടു ബിക്കം എ മെറൈൻ എഞ്ചിനീയർ. ഒരു മെറൈൻ എഞ്ചിനീയർ ആകുക എന്നതായിരുന്നു ഈ ബോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, ഐ വോണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. അവനൊരു ഷിപ്പിൽ എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. ഓക്കെ, അവന് ഏറ്റവും ആഗ്രഹം എന്താണ്? മെറൈൻ എഞ്ചിനീയർ ആവണം. അവന് ഷിപ്പിൽ ട്രാവൽ ചെയ്യണം. ഐ വോണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഷിപ്പിൻ്റെ ക്യാപ്റ്റനും ആവണം. ആൻഡ് ഐ വോണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ഷിപ്പിൻ്റെ എൻജിൻ അവന് നിർമ്മിക്കുകയും വേണം. ഓക്കെ, ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദിസ് സർ? അപ്പോൾ ഇതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നായിരുന്നു ഈ ബോയ്, ഇത്രയും വലിയൊരു ബിഗ് ഓഡിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഈ ഒരു വലിയൊരു സദസ്സിൽ ഈ ബോയ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. ആരോടാ ചോദിക്കുന്നത്? കലാമിനോടാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് അവൻ ചോദിക്കുന്നത്? സർ ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ ആസ്ക്. സർ ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ ആസ്ക്. I am nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through all my education during all these years. I'm afraid to talk to my teachers. I'm afraid to talk to my friends. And whenever I talk, I compare myself with other students. എപ്പോഴൊക്കെ സംസാരിക്കുന്നു ആ സമയം ഉടനീളം അവൻ എന്ത് ചെയ്യുമായിരുന്നു? ഐ കമ്പയർ ഹിംസെൽഫ് വിത്ത് ദിയർ എലിഗൻറ്റ് ഡ്രസ്. ആൻഡ് പ്ലീസ് ടെൽ മീ ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഐ വോണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. ഐ വോണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഐ വോണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ഷൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദിസ്? എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുമോ എന്നായിരുന്നു ആ ബോയ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? അല്ലേ, ഈ മിഷൻ എല്ലാം ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്യും? എങ്ങനെ ഞാൻ നേടിയെടുക്കും? വാട്ട് ഷുഡ് ഐ ഡു? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ when the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say to the sincere question of the young village boy. When the boy completed the question, ഈ ബോയ് ഈ ഒരു ചോദ്യം ചോദിച്ച് കഴിഞ്ഞതിന് ശേഷം ദ എൻറ്റയർ ഓഡിയൻസ്, അവിടെ നിന്നിരുന്ന മുഴുവൻ ഓഡിയൻസും ആൻഡ് ദ ഡിഗ്നിറ്ററീസ്, വിശിഷ്ട അതിഥികളും മൊത്തം ഓൺ ദ ഡയസ് മീൻസ് സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും, ഇൻക്ലൂഡിങ് ദ ചീഫ് മിനിസ്റ്റർ, were looking at me. എല്ലാവരും കലാമിനെ നോക്കിയിരിക്കുകയാണ്. ഇനി കലാം എന്തായിരിക്കും ഈ ബോയ് ചോദിച്ച ഈ ഒരു റെയർ ക്വസ്റ്റ്യൻ എന്ത് ആൻസർ ആയിരിക്കും പറയാൻ പോകുക എന്ന്. Okay, were looking at me wondering what Kalam was going to say to the sincere question of a young village boy. കാരണം ഈ ബോയ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എന്താണ്? വളരെ സിൻസിയർ ക്വസ്റ്റ്യനാണ് അല്ലേ? ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല ചോദിക്കുന്നത്. വളരെ സിൻസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ ഓൾ ഓഡിയൻസ് were looking at Kalam and what would be the answer given by Kalam to this boy. അല്ലേ, എന്തായിരിക്കാം ഈ ബോയിനോട് കലാം പറയാൻ പോകുന്ന ആൻസർ എന്നാണ് എല്ലാവരും ഉത്കണ്ഠയോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്.
I thought of it. And breaking the silence, I said, my dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. I thought of it. And breaking the silence. മൊത്തം സൈലൻസ് ആണ്. കലാം എന്ത് ചെയ്തു? ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഐ സെഡ്, my dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. അതായത് ഇദ്ദേഹം പല കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ കുട്ടികളുമായിട്ട് സംസാരിച്ചതിൽ നിന്നും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആര് ചോദിച്ച ക്വസ്റ്റ്യൻ? ഈ ബോയ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? നിൻ്റെ ക്വസ്റ്റ്യന് വാല്യൂ, വില കൽപ്പിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മീനിങ്. അതായത് എനിക്കറിയാം നീ എന്താ ചെയ്യുന്നത്, ഒരുപാട് ആളുകളുടെ ഭയത്തെയാണ് നീ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ്. Okay, so let me recite a beautiful ancient poem named I Will Fly. അപ്പം ഇദ്ദേഹം ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ കവിത ഇവിടെ ചൊല്ലുകയാണ്. Okay, let me recite a beautiful ancient poem named I Will Fly. I Will Fly എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ പുരാതനമായിട്ടുള്ളൊരു സോങ് അദ്ദേഹം ഇവിടെ, ഒരു പോം, ഒരു പോം അദ്ദേഹം ഇവിടെ ചൊല്ലുന്നു. I am born with potential. അല്ലേ? ഞാൻ ഒരുപാട് വീര്യത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജനിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് കഴിവുകളുമുണ്ട്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. അല്ലേ? ഞാൻ നന്മയോടും വിശ്വാസത്തോടും കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എനിക്കൊരുപാട് ആശയങ്ങളും സ്വപ്നങ്ങളുമായാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. മഹത്വത്തോടു കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. അല്ലേ? ആത്മവിശ്വാസം എനിക്കുണ്ട്. ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. അല്ലേ? ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. പിന്നെയോ ഐ ആം ബോൺ വിത്ത് വിങ്സ്. ചിറകോട് കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. സോ ഐ ആം നോട്ട് മെൻറ്റ് ഫോർ പ്രൗളിങ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനില്ല? ചിറകുകളോടെയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അല്ലേ? എനിക്ക് ചിറകുകളുണ്ട്. അതുകൊണ്ട് ഐ ആം നോട്ട് മെൻ ഫോർ ക്രൗളിങ്. ഞാൻ എഴാനുള്ളതല്ല. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുണ്ട്. സോ ഐ വിൽ ഫ്ലൈ ആൻഡ് ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ എന്ത് ചെയ്യും? പറക്കും. അല്ലേ? എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇദ്ദേഹം ഇവിടെ ചൊല്ലുന്നത്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So I am not meant for prowling. I have wings. I will fly. I will fly and fly. എന്ന് പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു പോം ആര് റിസൈറ്റ് ചെയ്യുന്നു? APJ റിസൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. Young friends, let me discuss with you how you can be unique. Young friends, let me recite with you how you can be unique. കലാം പറയുന്നു, അദ്ദേഹം നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ യു ക്യാൻ ബി യുണീക്ക്. നമ്മൾ എങ്ങനെ യുണീക്കാവും? നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകും? നമ്മൾ എങ്ങനെ അസാധാരണമായിട്ടുള്ളൊരു ക്യാരക്ടറാവും? മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ നമ്മൾ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാകും? നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരായിട്ടാണ് മാറുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ യുണീക്കായിരിക്കണം. നമ്മളായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം ഈ ലോകത്ത്. നമ്മൾ മറ്റുള്ളവരെ പോലെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതേപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറും? അത് അവർക്ക് തുല്യമായിട്ട് മാറും. അപ്പം നമ്മളായിരിക്കില്ലേ അവിടെ? നമ്മളെന്ന് പറയുമ്പോൾ നമ്മളായിട്ടായിരിക്കണം. നമ്മൾ വളരെ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറായിരിക്കണം. അല്ലേ? അതുല്യമായിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കണം. നമ്മളായിരിക്കണം എന്നാണ് APJ പറയുന്നത്. നോക്കൂ, യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. നമ്മളെങ്ങനെയാണ് യുണീക്ക് ആവുന്നത്? I have so far met 15 million youths in decades time.
അല്ലേ? അദ്ദേഹം ഒരുപാട് 15 മില്യൺസോളം യൂത്തുകളെ കണ്ടിട്ടുണ്ട് ഏകദേശം ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ. ഡെക്കേഡ്സ് എന്ന് പറഞ്ഞാൽ 10 ഇയർ ഗ്യാപ്പിനെയാണ് പറഞ്ഞത്, 10 ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 10 ഇയർ വിതിൻ 10 ഇയർ, ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് മില്യൺസ് ഓഫ് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ യൂത്തുകളെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ലേൺഡ് എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ഓരോ യൂത്തും ആഗ്രഹിക്കുന്നത് എന്താണ്? യുണീക്ക് ആവാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മളും യുണീക്ക് ആയിരിക്കുമെങ്കിലാണ് നമ്മളും ആരായിട്ട് മാറുകയുള്ളൂ, നമ്മളായിട്ട് മാറുകയുള്ളൂ എന്നാണ്. ഓക്കെ, എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. ബട്ട് ദ വേൾഡ് അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, ബട്ട് ദ വേൾഡ് അറൗണ്ട് യു, നമുക്ക് ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്. നമുക്ക് ചുറ്റുമുള്ള ലോകം, അല്ല നമുക്ക് ചുറ്റുമുള്ളവർ എല്ലാം, യൂത്ത് എല്ലാം ചെയ്യുന്നത് എന്താണ്? യെസ്, ഡൂയിങ് ബെസ്റ്റാണ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവറിബഡി എൽസ്. ആൻഡ് ഇൻ യുവർ ഹോം, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ് ടു ബി ലൈക്ക് ദ നൈബേഴ്സ് ചിൽഡ്രൻ. നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമ്മുടെ പാരൻസ് എന്താ നമ്മളെ അടുത്ത് പറയുന്നത്? യെസ്, യുവർ പാരൻസ് ആസ് ടു ബി ലൈക്ക് ദ നൈബേഴ്സ് ചിൽഡ്രൻ, അല്ലേ? അടുത്തുള്ള നൈബറിൻ്റെ കുട്ടികളെ പോലെ ആയിരിക്കാൻ വേണ്ടി നമ്മളടുത്ത് ചിലപ്പോൾ പറയാറുണ്ട്. കാരണം അവരെ എല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലേ? എക്സാമിൽ ഫുൾ A+ ഒക്കെ മേടിക്കുന്നുണ്ടായിരിക്കാം, നല്ല ഫസ്റ്റ് ആയിരിക്കാം ക്ലാസ്സിൽ. സോ പാരൻസ് പോലും നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ടു ബി ലൈക്ക് ദ നൈബേഴ്സ് ചിൽഡ്രൻ ആണ്, for scoring good marks. Okay, and when you go to school, ഇനി നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോഴോ, യെസ്, when you go to school, your teacher says, നമ്മൾ സ്കൂളിൽ എത്തുമ്പോൾ അവിടെ നമ്മുടെ ടീച്ചർ പറയുന്നത് എന്താണ്? why don't you like become the first 5 rankers in the class? എന്തുകൊണ്ട് ഫസ്റ്റ് 5 റാങ്കേഴ്സിൽ എത്തുന്നില്ല, അല്ലേ എന്നായിരിക്കും ടീച്ചർ പോലും പറയുന്നത്. ഓക്കെ, വേറെവർ യു ഗോ, നമ്മൾ എവിടേക്കാണോ പോകുന്നത്, പീപ്പിൾ വുഡ് സേ, അവിടെ എല്ലാം ആളുകൾ പറയുന്നത് എന്താണ്? യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവറിബഡി എൽസ്. നമ്മൾ എങ്ങനെയായിരിക്കണം? മറ്റയാളെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇയാളെ പോലെ ആയിരിക്കണം എന്നാണ് എപ്പോഴും നമ്മളടുത്ത് പറയുന്നത്. ഓക്കെ, നൗ ഡിയർ യങ് ഫ്രണ്ട്സ്, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്? എന്നാൽ അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരാഗ്രാഫ്. The challenge, my dear young friends, is that you have to fight the hardest battle. അപ്പം നമ്മൾക്ക് വരുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞത് എന്താണ്? ഓക്കെ, ആ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞത് എന്താണ്? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ബാറ്റിൽ തന്നെയായിരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഇൻ വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ എവർ ഇമാജിൻ. അല്ലേ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് പോലും ഇമാജിൻ ചെയ്യാത്തക്ക രീതിയിൽ നമ്മൾ ചിലപ്പം നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വളരെ ഹാർഡായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. ഇപ്പോൾ കലാം പറയുന്നു, ആൻഡ് യു നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഫൈറ്റിംഗ്, അല്ലേ, നമ്മുടെ ലൈഫിനോട് പൊരുതുകയായിരിക്കും. അത് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. അണ്ടിൽ, എപ്പോൾ വരെ? അണ്ടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റൈൻഡ് പ്ലേസ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ലൈഫിനോട് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരിക്കൽ പോലും നിർത്താൻ പാടില്ല. ദാറ്റ് ഈസ് എ യുണീക്ക് യു. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്തായിട്ട് മാറുകയുള്ളൂ? നമ്മളെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് മാറുകയുള്ളൂ, നമ്മളായിട്ട് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരവസാനിപ്പിക്കുന്നത്? APJ അബ്ദുൽ കലാം അവസാനിപ്പിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് മലയാളത്തിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കാനും മറക്കരുത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.